പാല് കൊടുത്ത കൈക്ക് കൊത്തിയ വിഷപ്പാമ്പ്. സൂരജിന് ബിൻസിയെ കൊല്ലാൻ പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഈ 7ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ സൂരജും ബിൻസിയും മറന്നില്ലേ? കുവൈറ്റിൽ നഴ്സുമാരായ മലയാളി ദമ്പതിമാരുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്തിനിങ്ങനെ കൊന്നു ബിൻസിയെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാതെ നിൽക്കുമ്പോഴും സൂരജിൻ്റെ സംശയം തന്നെയാണ് വില്ലനാകുന്നത്. അബ്ബാസ് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ലാറ്റിലായിരുന്നു മലയാളി നഴ്സ് ദമ്പതികളെ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിൻസിയുടെ മൃതദേഹം കഴുത്തറത്ത നിലയിലാണ് കാണപ്പെട്ടത്. ഹാളിൽ രക്തം തളം കെട്ടിയ നിലയിലാണ് അത് കണ്ടെത്തിയത്. ഭാര്യയെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിൻ്റെ നിഗമനം എന്ന് പറയപ്പെടുന്നത്. കണ്ണൂർ സ്വദേശിയായ സൂരജും എറണാകുളം സ്വദേശിയായിട്ടുള്ള ബിൻസി തോമസും ദീർഘകാലത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതരായത്. സൂരജിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ യുവതിയായിരുന്നു ബിൻസി. നഴ്സിംഗ് പഠനത്തിന് ശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ബിൻസി സൂരജിനെ പരിചയപ്പെട്ടത് പോലും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സൂരജിനെ തൻ്റെ തന്നെ ശമ്പളം കൊണ്ട് ബിൻസി BSc നഴ്സിംഗ് പഠിപ്പിക്കുകയും അതിനുശേഷം വിദേശത്ത് പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടുകയുമായിരുന്നു. അതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ലഭിക്കുന്നു. തുടർന്ന് BSc നഴ്സിംഗ് പാസ്സായ സൂരജിനെ വീട്ടുകാരുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് വിവാഹം കഴിക്കുകയും കുവൈറ്റിലേക്ക് തൻ്റെ ഒപ്പം കൂട്ടുകയുമായിരുന്നു ബിൻസി തോമസ് ചെയ്തത്. സൂരജിൻ്റെ സ്വഭാവത്തിലെ കുഴപ്പങ്ങൾ ആദ്യമേ ബിൻസിയുടെ ജീവിതത്തിൽ കല്ലുകടിയായി മാറിയിരുന്നു. ദമ്പതികളുടെ ജീവിതത്തിൽ സൂരജിൻ്റെ പെട്ടെന്നുള്ള ദേഷ്യവും പിന്നെ സംശയവും വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതക്കാരൻ, ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന അപകടകാരി, കൂടാതെ സംശയരോഗിയുമായിരുന്നു സൂരജ്. ഇത്തരത്തിലുള്ള സൂചനകളുണ്ട്. ജീവിതം കൂടുതൽ പച്ച പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബിൻസി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തയ്യാറെടുപ്പ് നടത്തിയത്. 5ാമത്തെ വട്ടം പരീക്ഷയൊക്കെ എഴുതി പാസ്സായതോടുകൂടിയാണ് 2 കുഞ്ഞുങ്ങളെയും നാട്ടിൽ കൊണ്ടാക്കി കുവൈറ്റിൽ അവർ തിരികെ എത്തി പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഈസ്റ്ററിന് നാട്ടിലെത്തി മടങ്ങിയപ്പോഴാണ് 2 കുട്ടികളെയും കീഴിലത്തെ ബിൻസിയുടെ വീട്ടിലാക്കിയിട്ടാണ് അവർ മടങ്ങിപ്പോകുന്നത്. 4 ദിവസം മുമ്പ് മടങ്ങിയത് ഓസ്ട്രേലിയയിലേക്കുള്ള താമസം മാറുന്നതിനുള്ള രേഖകളെല്ലാം തയ്യാറാക്കിയായിരുന്നു. എന്നാൽ ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് സൂരജിന് താല്പര്യക്കുറവും സംശയവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനിടെ ബിൻസിയെ കൊല്ലാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു സൂരജ്. 2 ദിവസം മുമ്പ് ബിൻസിയുടെ കൂട്ടുകാരികളെ ഫോണിൽ വിളിച്ച് അവളെ ഞാൻ കൊല്ലും എന്ന് പറയുകയും ചെയ്തിരുന്നു. സാമ്പത്തിക പരാധീനത ഒന്നുമില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ബിൻസിയും സൂരജും ജീവിച്ചിരുന്നത്. കുവൈറ്റിൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രത ഉള്ളതായിരുന്നു ഇവരുടെ കുടുംബമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ നിലയിലേക്ക് കുടുംബം എത്തിയത് തന്നെ ബിൻസിയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിരുന്നു. എന്നാൽ സൂരജിൻ്റെ സംശയരോഗം എല്ലാം തകർത്തുവെന്നാണ് ഇരുവരുടെയും സുഹൃത്തുക്കളടക്കം പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ രാത്രി ഷിഫ്റ്റിന് ശേഷം ഇവർ തമ്മിൽ തർക്കമുണ്ടായതായി സംശയിക്കുന്നുണ്ട്. ദേഷ്യത്തിൽ ഇയാൾ അവളെ കുത്തിയതായിരിക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു. സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു. സംഭവത്തിന് ശേഷം സൂരജ് തൻ്റെ സുഹൃത്തുക്കളോട് ഭാര്യ തൻ്റെ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നതായും പറഞ്ഞതായിട്ടും ഉള്ള റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. പക്ഷേ പിന്നീട് സൂരജ് തൻ്റെ വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോ അടക്കം നീക്കം ചെയ്യുകയും ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകളടക്കം നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഭാര്യ ബിൻസിയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് സ്വയം കുത്തി മരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബിൻസിയുടെ നെഞ്ചിലും സൂരജിൻ്റെ കഴുത്തിലുമാണ് കുത്തേറ്റിരുന്നത്. വ്യാഴാഴ്ച രാവിലെ അബ്ബാസിയിലെ താമസ സ്ഥലത്താണ് ഇരുവരെയും കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 12 വർഷത്തോളമായി ഇവർ കുവൈറ്റിലാണ്. ഓസ്ട്രേലിയയ്ക്ക് മാറാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഇങ്ങനെ ഒരു ദാരുണാന്ത്യം ഉണ്ടായത്. വെള്ളിയാഴ്ച കുവൈറ്റിൽ പൊതു അവധിയായതിനാൽ തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് സൂചന. മൃതദേഹങ്ങൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കേരളത്തിൽ എത്തിയേക്കാം. സൂരജിൻ്റെ മൂത്ത സഹോദരി സുനിതയും കുവൈറ്റിൽ നഴ്സായി ജോലി ചെയ്യുകയാണ്. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇടയിൽ മാതൃകാ ദമ്പതികളായിരുന്നു സൂരജും ബിൻസിയും. സ്നേഹിച്ച് വിവാഹം കഴിച്ച ഇരുവരും
വീട്ടുകാർക്ക് മുന്നിലും വളരെ സ്നേഹത്തിലായിരുന്നു. എന്നാൽ അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഒരിക്കലും രണ്ടുപേരും കുടുംബത്തെ അറിയിച്ചിരുന്നില്ല. സൂരജിൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ ബിൻസി പുറത്തു പറയാത്തത് വീട്ടുകാരെ മറികടന്ന് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചതിൻ്റെ ജാള്യതയാകാം എന്നും കരുതേണ്ടിയിരിക്കുന്നു. ആത്മഹത്യ അല്ല, ഭാര്യയെ കൊല ചെയ്തിട്ട് സൂരജ് സ്വയം കുത്തി മരിച്ചതാകാം. അതിന് കരുതാൻ നിരവധി സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയാകുന്നുണ്ട്. സൂരജ് കൊലപാതകം മുൻകൂട്ടി പദ്ധതിയിട്ടിരുന്നോ എന്ന് വ്യക്തമല്ല. ഇതുപ്രകാരമാണോ 3ാം ക്ലാസ്സിലും UKGയിലും പഠിക്കുന്ന മക്കളെ നാട്ടിൽ നിർത്തി മടങ്ങിയത് എന്നും വ്യക്തമല്ല. ഇതൊക്കെ സംശയ കാരണങ്ങളാണ് എന്ന് പറയപ്പെടുന്നത്. കുവൈത്തിലെ അബ്ബാസി യുണൈറ്റഡ് സ്കൂളിന് സമീപത്തുള്ള ഫ്ളാറ്റിലാണ് ഇരുവരും താമസിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. കുത്തേറ്റ് ചോര വാർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ദൃക്സാക്ഷികളൊന്നുമില്ലാത്ത കേസായതിനാൽ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ അതാണ് നിർണായകമാകാൻ പോകുന്നത് ഈ കേസിൽ. രാവിലെ കെട്ടിടത്തിൻ്റെ കാവൽക്കാരൻ വന്നു നോക്കിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇരുവരുടെയും കയ്യിൽ കത്തിയുമുണ്ടായിരുന്നു എന്നാണ് ആ കാവൽക്കാരൻ നൽകുന്ന സൂചന എന്ന് പറയപ്പെടുന്നത്. രാത്രിയിൽ ദമ്പതികൾ തമ്മിലുള്ള വഴക്കിൻ്റെ ശബ്ദവും സ്ത്രീയുടെ നിലവിളി ശബ്ദങ്ങളുമൊക്കെ കേട്ടിരുന്നുവെന്ന് അയൽക്കാർ തന്നെ മൊഴി നൽകിയിട്ടുമുണ്ട്. എന്നാൽ എന്താണ് നടന്നത് എന്ന് അവർ ആർക്കും തന്നെ ഇതുവരെയും മനസ്സിലായിട്ടുമില്ല. ഇങ്ങനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ദുരൂഹമായിട്ടുള്ള കൊലപാതകം നടത്തിയതിന് പിന്നിൽ കുടുംബ പ്രശ്നം തന്നെയാണ് എന്ന് പറയാതിരിക്കുവാനും കഴിയില്ല. സംശയമെന്ന ഒറ്റ കാരണത്താൽ പാല് കൊടുത്തു വളർത്തിയ ബിൻസിയെ ഇത്ര ക്രൂരമായി കൊന്നുകളയാൻ സൂരജിന് തോന്നിയത് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇരുവരും മരിച്ചതോടെ അനാഥമായത് 2 കുഞ്ഞുങ്ങളാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.